നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM പ്രവർത്തകർക്ക് പോലും സർക്കാരിന് മടുത്തെന്ന് ഷാഫി പറമ്പിൽ MP. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് അതിന് മറുപടി പറയും. ഉചിത സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്നും ഷാഫി പറമ്പിൽ. കേരള ബാങ്കിലെ തസ്തിക നിർണയിച്ച മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തണം. റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരവുമായി ജീവനക്കാർ. പെൻഷൻ പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യം. കുട്ടിശാസ്ത്രജ്ഞർ പിറന്ന മേളയ്ക്ക് തിരശ്ശീല വീണു. മാറ്റുരച്ചത് 3500-ലധികം പ്രതിഭകൾ. കണ്ടെത്തലുകൾ വിശദീകരിച്ചും സർഗാത്മക കഴിവുകൾ വരച്ചു ചേർത്തും മേള അവിസ്മരണീയമാക്കി വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CPM-നും BJP-ക്കും എതിരായ വിധിയെഴുത്ത് ഉണ്ടാകുമെന്ന് ഷാഫി പറമ്പിൽ MP. സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കും. പാലക്കാട്ട് ജനങ്ങൾ അംഗീകരിക്കുന്ന പാലക്കാട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തി പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. CPM പ്രവർത്തകർക്ക് പോലും ഈ സർക്കാരിനെ മടുത്തു. തൃശൂരിൽ ഉണ്ടായിരിക്കുന്ന CPM BJP വോട്ട് കച്ചവടത്തിനെതിരായ വിധിയെഴുത്ത് പാലക്കാട് ഉണ്ടാകുമെന്ന് ഷാഫി പറമ്പിൽ MP കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചർച്ചയൊക്കെ നടക്കുമല്ലേ, അപ്പൊ ആരായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി? അത് പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. അത് പാലക്കാട്ടെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന, പാലക്കാടിന്റെ വികസന കാര്യങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടാൻ കഴിയാവുന്ന, കേരളത്തിന്റെ നിയമസഭക്കകത്തും പുറത്തും കേരളത്തിലെ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കാൻ കഴിയാവുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി കണ്ടെത്തി പാലക്കാടിന് അനുവദിക്കും. അത് പാലക്കാട്ടെ ജനങ്ങൾ നെഞ്ചേറ്റുകയും ചെയ്യുമെന്നുള്ള തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അതിലുണ്ട് കാര്യം. ഇപ്പം നമ്മൾ 2011 ജയിച്ചു, 16 ജയിച്ചു, പിന്നെ അത് കഴിഞ്ഞിപ്പം അതിൻ്റെ ഇടയിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 ലീഡ് വന്നു, 24 ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 10,000 വോട്ടിൻ്റെ ലീഡ് UDF അവിടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ അവിടെ മത്സരിച്ചത് മെട്രോമാൻ ശ്രീധരനോടാണ്. അത്രയും വലിയ അതിശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ നേരിട്ട് വന്ന് ക്യാമ്പയിൻ നടത്തിയിട്ടും പാലക്കാട്ടെ ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടിട്ടില്ല. പിന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തുകൊണ്ടും കേരളത്തിൽ UDFന് അനുകൂലമാണ്. UDFൻ്റെ ഒരു ഗവൺമെൻറ് ഒന്ന് വന്നു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഉള്ളത്. CPM പ്രവർത്തകർ പോലും ഈ ഗവൺമെൻറ്റിനെ മടുത്തിരിക്കുക. ഒരു ഭരണപക്ഷത്തിരിക്കുന്ന MLA ആ ഗവൺമെൻറ്റിനെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടും കേട്ടും കൊണ്ടേയിരിക്കുക. അപ്പം അത്രയും അവർക്ക് പോലും അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും പാലക്കാട് UDF നിലനിർത്താൻ സാധിക്കും. കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാറിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ പല പ്രയാസങ്ങളിലും അകപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ അത്തരത്തിൽ ആയിപ്പോകുമ്പോഴുള്ള ഒരു പ്രയാസം സ്വാഭാവികമായും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇത്തരം കുട്ടികൾ ദൈവത്തിൻ്റെ സമ്മാനങ്ങളാണ്. അത്തരം സമ്മാനങ്ങൾ അത് സൂക്ഷിച്ച് നടക്കാൻ പ്രാപ്തരായ ആളുകളുടെ കയ്യിലാണ്. ഇത് ആർക്കെങ്കിലും ഏൽപ്പിക്കാം, പക്ഷേ അതിന് പ്രാപ്തരായ ആളുകളെയാണ് ദൈവം ഏൽപ്പിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജില്ലാ പ്രസിഡന്റ് P. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. RPD ആക്ട് 2016 അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ പരിവാർ കേരള ഉപദേശക സമിതി അംഗം M. സുകുമാരൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അഡ്വക്കേറ്റ് ജമീൽ അഹമ്മദ്, MP കരുണാകരൻ, C. രമേശൻ, ഷീന സുരേഷ്, SM മുംതാസ്, TP സൌമിനി, മെഷ്ഫിന തുടങ്ങിയവർ പങ്കെടുത്തു. പേരാവൂർ ടൗണിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. ബറാക്ക ഡ്രൈ ഫ്രൂട്ട് എന്ന സ്ഥാപനത്തിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് വാഴയില അടക്കമുള്ള വസ്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. സ്ഥാപന ഉടമയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തി. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പേരാവൂർ ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് ബറാക്ക ഡ്രൈ ഫ്രൂട്ട്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. സ്ഥാപന ഉടമയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തി. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ, പേപ്പർ പ്ലേറ്റുകൾ, പ്ലാസ്റ്റിക് വാഴയിലകൾ എന്നീ നിരോധിത വസ്തുക്കളാണ് സ്ക്വാഡ് പിടിച്ചെടുത്തത്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ KR അജയകുമാർ, സ്ക്വാഡ് അംഗം ഷെറീഖുൽ അൻസാർ, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത്
ഇൻസ്പെക്ടർ ദിവ്യ രാഘവൻ എന്നിവരും പങ്കെടുത്തു. മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതിന് 50,000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. വളപട്ടണം പാലത്തിന് സമീപം പ്രവർത്തിച്ചു വരുന്ന രാജരാജൻ കോംപ്ലക്സിനാണ് മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതിന് പിഴ ചുമത്തിയത്. മാലിന്യങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കെട്ടിട ഉടമയ്ക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് വളപട്ടണം പാലത്തിന് സമീപം പ്രവർത്തിച്ചു വരുന്ന രാജരാജൻ കോംപ്ലക്സിന് മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതിന് 50,000 രൂപ പിഴ ചുമത്തിയത്. കോംപ്ലക്സിന് ചുറ്റും വലിയ തോതിലാണ് മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയിരിക്കുന്നത്. നിരവധി മദ്യക്കുപ്പികൾ, ചില്ല് ഗ്ലാസുകൾ, തെർമോകോൾ കഷ്ണങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങളുടെ കവറുകൾ, വെള്ളക്കുപ്പികൾ മുതലായവ വൻതോതിൽ പുഴയിലേക്ക് തള്ളിയതായും സ്ക്വാഡ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തിയത്. മാലിന്യങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കെട്ടിട ഉടമയ്ക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജരാജൻ കോംപ്ലക്സിന് പുറത്ത് പ്രവർത്തിച്ചു വരുന്ന പ്രദീപൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ചായക്കടയ്ക്ക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിന് സ്ക്വാഡ് 5,000 രൂപ പിഴ ചുമത്തിയിട്ടുമുണ്ട്. വരും ദിവസങ്ങളിലും പാപ്പിനിശ്ശേരി കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന നടത്തുമെന്ന് സ്ക്വാഡ് ലീഡർ PP അഷ്റഫ് അറിയിച്ചു. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷറഫ് PP, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൻ CK, പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുമിൽ KV എന്നിവരും പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM പ്രവർത്തകർക്ക് പോലും സർക്കാരിന് മടുത്തെന്ന് ഷാഫി പറമ്പിൽ MP. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് അതിന് മറുപടി പറയും. ഉചിത സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്നും ഷാഫി പറമ്പിൽ. കേരള ബാങ്കിലെ തസ്തിക നിർണയിച്ച മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തണം. റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരവുമായി ജീവനക്കാർ. പെൻഷൻ പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യം. കുട്ടിശാസ്ത്രജ്ഞർ പിറന്ന മേളയ്ക്ക് തിരശ്ശീല വീണു. മാറ്റുരച്ചത് 3500-ലധികം പ്രതിഭകൾ. കണ്ടെത്തലുകൾ വിശദീകരിച്ചും സർഗാത്മക കഴിവുകൾ വരച്ചു ചേർത്തും മേള അവിസ്മരണീയമാക്കി വിദ്യാർത്ഥികൾ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഇപ്പൊ മൈജിയിൽ സൂപ്പർ EMI-യുടെ കാലമാണ്. ദിവസേന ചെറിയ തുകകൾ മാറ്റിവെച്ചോ മാസാമാസമോ EMI അടച്ച് സ്വപ്നത്തിലുള്ള ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വന്തമാക്കാം. വാങ്ങുമ്പോഴേ നല്ലത് തന്നെ വാങ്ങണം, കാരണം ഇത് ഫ്യൂച്ചറിലേക്കും കൂടെ ഉള്ളതല്ലേ. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് റീജിയണൽ ഓഫീസിനു മുന്നിൽ ധർണാ സമരം നടത്തി. ജില്ലാ ബാങ്ക് മുൻ പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ എണ്ണം പറഞ്ഞ ഒരു ധനകാര്യ സ്ഥാപനമായി
കേരള ബാങ്ക് തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്കെല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പോലും കിടപിടിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ദൈനംദിനം എന്നോണം നടത്താൻ കഴിയുന്ന ഒരു സ്ഥാപനമായി, ഒരു മഹാവൃക്ഷമായി സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള കേരള ബാങ്ക് ഇതിനകം തന്നെ വളർന്നു വന്നിട്ടുണ്ട് എന്നത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ജില്ലാ പ്രസിഡന്റ് CP സൗന്ദർരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CN മോഹനൻ, NT സാജു, അമൽ രവി, C ബാലകൃഷ്ണൻ, A സുരേന്ദ്രൻ, MK ഷംജിത്ത്, TR രാജൻ, P ഗീത എന്നിവർ സംസാരിച്ചു. നവംബർ 13 നടക്കുന്ന ഏകദിന പണിമുടക്കിന് മുന്നോടിയായാണ് ധർണാ സമരം നടത്തിയത്. 2 ദിവസങ്ങളിലായി നടന്നുവന്ന കണ്ണൂർ നോർത്ത് സബ് ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യ ശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളയ്ക്ക് സമാപനം. ഇളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂൾ, വാരം UP സ്കൂൾ എന്നിവിടങ്ങളിലായി നടന്ന മേളയിൽ ഇന്ന് ഗണിതശാസ്ത്ര, IT, പ്രവൃത്തി പരിചയ മേള എന്നിവയാണ് നടന്നത്. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2024-25 അധ്യയന വർഷത്തെ കണ്ണൂർ നോർത്ത് സബ് ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേള സമാപിച്ചു. 2 ദിവസങ്ങളിലായി CHM ഹയർ സെക്കൻഡറി സ്കൂളിലും വാരം UP സ്കൂളിലുമായാണ് മേള നടന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും മറ്റും വിദ്യാർത്ഥികളുടെ കഴിവുകൾ അടയാളപ്പെടുത്തുകയാണ് മേളയുടെ ലക്ഷ്യം. നമ്മുടെ മാനേജ്മെന്റും PTA സ്റ്റാഫും അതുപോലെ അധ്യാപകരും രക്ഷിതാക്കന്മാരും എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി നടത്തുന്ന ഈ പരിപാടി നല്ല സുഗമമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിനാവശ്യമായ കുട്ടി ശാസ്ത്രജ്ഞന്മാരെ ഉണ്ടാക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ആണ് ഈ ശാസ്ത്രോത്സവം എന്ന് പറയുന്നത്. ഇതിലൂടെ വളരുന്ന കുട്ടികളാണ് ഭാവിയിൽ നമ്മുടെ നാടിനെ നയിക്കുക. നാടിന് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കുട്ടി ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കുന്ന വേദിയാണിത്. ശാസ്ത്രോത്സവത്തിൻ്റെ മാനുവൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജഡ്ജ്മെൻ്റാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ ഏകദേശം ഒരുപാട് സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മേളയോടനുബന്ധിച്ച് നഴ്സിംഗ് കോളേജ്, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് 4ാം വർഷ വിദ്യാർത്ഥികളും FHC എളയാവൂരും സംയുക്തമായി പകർച്ചവ്യാധികളായ മന്ത്, ക്ഷയം, കുഷ്ഠരോഗം തുടങ്ങിയവയെക്കുറിച്ചും ജലജന്യ രോഗങ്ങൾ, കുട്ടികളിലെ വിരബാധ എന്നിവയെക്കുറിച്ചും ശാസ്ത്രമേളയോടനുബന്ധിച്ച് ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർക്കായുള്ള ഹീമോഗ്ലോബിൻ പരിശോധനയും ക്യാമ്പിൽ നടന്നു. പ്രോഫ്റ്റി, അതുപോലെ ബ്രൂഗിയ മലായി, ബ്രൂഗിയ ടിമോറി തുടങ്ങിയ വിരകളിലൂടെയാണ് ഇത് നമ്മൾ ഉണ്ടാവുന്നത്. പിന്നെ ചില ലക്ഷണങ്ങൾ, ചിലവരിൽ ഇത് ലക്ഷണങ്ങൾ കാണിക്കും, ചിലവരെന്ന് പറയുന്നത് അത് ലക്ഷണങ്ങൾ ഇല്ലായിരിക്കും. ഇത് കാണിക്കാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, കഴലവീക്കം, അതുപോലെ എന്തൊക്കെയാണ് ഛർദി, കൈകാലുകളിൽ ഉണ്ടാകുന്ന ചൊറിച്ച് തടിക്കൽ, അതൊക്കെയാണ് മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇത് മെയിനായിട്ട് കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ രാവിലെ ചെയ്യുന്നതിനേക്കാളും രാത്രി ചെയ്യുന്നതിലൂടെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് മെയിൻലി ആയിട്ട് ഡോക്സിസൈക്ലിൻ, അതുപോലെ ആൽബൻഡസോൾ എന്ന് പറഞ്ഞൊരു ഇനത്തിൽപ്പെടുന്ന ഗുളികയാണ്. അതിലൂടെ നമുക്ക് ഇത് തടയാൻ വേണ്ടി സാധിക്കുന്നു. മേളയുടെ 2ാം ദിനമായി ഇന്ന് ഗണിതശാസ്ത്ര IT മേളയാണ് നടന്നത്. പ്രവൃത്തി പരിചയ മേള വാരം UP സ്കൂളിലും നടന്നു. സമ്പുഷ്ടമാണ് നമ്മുടെ സുന്ദര കേരളം. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് പശ്ചിമഘട്ട മലനിരകളുടെയും അറബിക്കടലിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സുന്ദര കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പ്രധാനമായും 3 തരം തിരിച്ചിരിക്കുന്നു. അതിൽ ഒരു ഭൂഭാഗത്തെയാണ് മലനാട്. സുഗന്ധവ്യഞ്ജനങ്ങൾ നിറഞ്ഞതാണെന്നും വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയതാണെന്നും ഒന്നിലധികം നദികളുടെ ഉത്ഭവമാണെന്നും അറിയപ്പെട്ട ഒന്നാമൻ മലനാട്. എനിക്ക് എല്ലാ വിളകളും അനുയോജ്യമാണ്, എൻ്റെ മണ്ണ് ഫലപുഷ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് രണ്ടാമൻ ഇടനാട്. നദികളുടെ ഉത്ഭവം വളരെ മനോഹരമായി കാണാനും സൂര്യൻ ചക്രവാളത്തിലോട്ടേക്ക് താഴ്ന്നത് കാണാനും തെങ്ങും നെല്ലും പ്രധാന കൃഷിയായി മാറിയ തീരപ്രദേശം. കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്ന ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ധാരാളം പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ്. നെല്ല്, വാഴ, തെങ്ങ് കവുങ്ങ് എന്നിവ ഈ പ്രദേശങ്ങളിലെ പ്രധാന കൃഷി ചെയ്യപ്പെടുന്നതാണ്. സമാപന സമ്മേളനം ഉദ്ഘാടനം മേയർ മുസ്ലിം മഠത്തിലാണ് നിർവഹിച്ചത്. നമസ്കാരം. ഇതാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ്. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നരേന്ദ്രമോദിയാണ്.
2023 മെയ് 28-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ ശില്പി ബിമൽ പട്ടേലാണ്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ നോർത്ത് AEO OC പ്രസന്നകുമാരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, സി സുഹൈൽ, പി സുബൈർ, സഹീറ TKK, ഉദയഭാനു മാസ്റ്റർ, ധനേഷ് MV, രാജിത്ത് കുളവയൽ തുടങ്ങിയവർ പങ്കെടുത്തു. എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിലും വാരം UP സ്കൂളിലുമായി നടന്ന മേളയിൽ 3500-ലധികം പ്രതിഭകളാണ് മാറ്റുരച്ചത്. ചിത്രകാരി സജില മധുവിന്റെ ചിത്ര പ്രദർശനം സ്പേസ് ആർട്സ് ഗാലറിയിൽ തുടങ്ങി. റിട്ടയർഡ് കേണൽ സുരേഷൻ VP പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. K ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ചിത്രകാരൻ മദനൻ മുഖ്യ അതിഥിയായിരുന്നു. ഡോക്ടർ രമേശൻ K, കെയറോസ് പ്രോജക്ട് മാനേജർ ചന്ദ്രൻ KV, പുഷ്പ ദിനേശൻ, ടെസി ജോൺ, വിസ്മയ കല്യാണി, ഹരീന്ദ്രൻ ചാലാട് എന്നിവർ സംസാരിച്ചു. വിവിധ മാധ്യമങ്ങളിൽ ചെയ്ത 25 ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട്. എൻ്റെ പേര് സജില. ഞാൻ വരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ഞാൻ കേരള സ്കൂൾ ഓഫ് ആർട്സിലാണ് പഠിച്ചത്, തലശ്ശേരി. അവിടെ നിന്നാണ് ചിത്രകലയുടെ ആദ്യ പാഠങ്ങൾ, അതായത് കളറിനെ കുറിച്ചും വരയെക്കുറിച്ചുമൊക്കെ കൂടുതലായിട്ട് ഞാൻ പഠിക്കുന്നത് അവിടെ നിന്നാണ്. സ്കൂൾ ഓഫ് ആർട്സ് പഠിച്ച ആരും തന്നെ പുറകോട്ടല്ല. പിന്നെ ഇവിടെ സ്പേസ് ആർട്ട് ഗാലറിയിലാണ് എനിക്ക് ആദ്യമായിട്ട് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. 10-25ഓളം ഓയിലിലും അക്രിലിക്കിലും ചെയ്ത പെയിൻറ്റിങ്ങുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടുതലും ലൈഫ് വർക്കിനോട് എനിക്ക് താല്പര്യം. അബ്സ്ട്രാക്റ്റ് വർക്കുകളുണ്ട്. പ്രദർശനം ഒക്ടോബർ 13-ന് സമാപിക്കും. ഗാലറി സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. മഴ മാറി നിന്ന കണ്ണൂർ ടൗൺ സ്ക്വയറിലെ ബസറയുടെ സായാഹ്ന വേദിയിൽ മാലിന്യത്തിനെതിരെയുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ച ഷോർട്ട് ഫിലിം ചിന്നുവിന്റെ റിലീസിംഗും മുത്തച്ഛനായി അഭിനയിച്ച കണ്ണൻ മാസ്റ്ററെ ആദരിക്കലും നടന്നു. മാസ്റ്ററെ മേയർ മുസ്ലിം മഠത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കണ്ണൂർ ദസറയുടെ ഭാഗമായി ടൗൺ സ്ക്വയറിൽ വിവിധ കലാപരിപാടികൾ നടന്നു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ചിന്നു ഷോർട്ട് ഫിലിമും പ്രദർശിപ്പിച്ചത്. ഏതായാലും ആദ്യ വർഷം ലഹരിക്കെതിരെയുള്ള തീം മുന്നോട്ട് വെച്ച് ആ ദസറ കഴിഞ്ഞതിന് ശേഷം ആ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു ഔട്ട് ഓഫ് സിലബസ് എന്ന പേരിൽ ലഹരിക്കെതിരെയുള്ള ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കുകയും അത് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മേഖലയിലുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നിറയട്ടെ നിറങ്ങൾ മറയട്ടെ മാലിന്യങ്ങൾ എന്ന മെസ്സേജ്. ആ മെസ്സേജും അതുപോലെ തന്നെ ഈ വർഷം പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാണാം ദസറ കാക്കാം ഭൂമിയെ, ആ തീമും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ചിന്നു എന്ന് പറയുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ് ഇവിടെ തയ്യാർ ചെയ്തിട്ടുള്ളത്. മുട്ടായി മുത്തപ്പൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച കണ്ണൻ മാസ്റ്ററെയാണ് മേയർ മുസ്ലിം മഠത്തിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചത്. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ചൈൽഡ് ആർട്ടിസ്റ്റ് ആഗ്നേയക്ക് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉപഹാരം നൽകി. 3 മണിക്കൂറോളം നീണ്ട പരിപാടിയിൽ മറിമായം ടീം, ഫ്യൂഷൻ ഡാൻസ്, പാട്ട് എല്ലാം ആയപ്പോൾ സദസ്സ് ആസ്വാദന ലഹരിയിലായി. സിജിൻ സിജു, ഏതൻ സിജിൽ, വിദിഷ, മണികണ്ഠൻ മാസ്റ്റർ, കൃഷ്ണകുമാർ, ഷംസുന്നീസ, ടിനു തോമസ്, വിനീത തുടങ്ങി അഭിനയിച്ച എല്ലാവരെയും ചിന്നുവിന്റെ റിലീസിംഗ് സമയത്ത് വേദിയിൽ എത്തിച്ചേർന്നു. സംവിധായകൻ രാകേഷ് കെ രാജൻ, ക്യാമറാമാൻ ധനശ്യാം എന്നിവരും സന്നിഹിതരായിരുന്നു. സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK ശ്രീലത അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ സാബറ ടീച്ചർ, പ്രകാശ് പയ്യനാടൻ, കെ പ്രമോദ്, KP താഹിർ, PP ദിവാകരൻ, M ഉണ്ണികൃഷ്ണൻ, G രാജേന്ദ്രൻ, ഭൂപേഷ് KN, മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ എന്നിവരും പങ്കെടുത്തു. ചിന്നു ഷോർട്ട് ഫിലിം വളരെ മഹത്തായ ഒരു മെസ്സേജ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മനോഹരമായാണ് പൊതുസമൂഹത്തിനായി പകർന്നു നൽകിയത്. കുടിവെള്ള പൈപ്പ് പൊട്ടി ഗ്യാലൻ കണക്കിന് വെള്ളം പാഴാകുന്നു. തോട്ടട ചിറയ്ക്ക് താഴെ TVS ഷോറൂമിന് സമീപമാണ് പൈപ്പ് പൊട്ടിയത്. ഗ്യാസ് പൈപ്പ് ലൈൻ പ്രവൃത്തി നടത്തുന്നതിനിടയിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. നഗരത്തിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രവൃത്തി തുടങ്ങിയത് മുതൽ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നു. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിനെതിരെ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. രാവിലെ മുതൽ വെള്ളം ഒഴുകി കുഴികൾ രൂപപ്പെട്ടിട്ടും സ്ഥലം സന്ദർശിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും അധികൃതർ തയ്യാറായിട്ടില്ല. ഇന്ത്യൻ വായുസേനയുടെ 92ാം വാർഷിക ദിനത്തിൽ കണ്ണൂർ നഗരത്തിലെ യുദ്ധസ്മാരകത്തിൽ റീത്ത് സമർപ്പിച്ചു. വിരമിച്ച വായുസേന ഉദ്യോഗസ്ഥരുടെ സംഘടനയായ എയർഫോഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. As a young officer, when I joined the army, people say that the dream of every youngster is to play guitar or fly a fighter jet. However, it was also the same dream
But the another thing which I wanted to join is the army, and I was very fortunate that today I got the chance to interact with all the veterans, ladies and the younger generation. And I wish you all the best, sir, and it is an honor to be part of your team, sir. If I could be of any assistance ever, I request, please, you can always bank on me, sir, and you can always give me a direct. You can call me anytime. I will be of any assistance, and I will കേണൽ കുണാൽ ത്യാഗി, വിംഗ് കമാൻഡർ PA വിജയൻ, സൈനിക വെൽഫെയർ ബോർഡ് ഓഫീസർ ഷാജി, അഡ്വക്കേറ്റ് നാരായണൻ, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ്മാരായ പവിത്രൻ N. ഗോവിന്ദൻ മാസ്റ്റർ, വാറന്റ് ഓഫീസർ TK പവിത്രൻ എന്നിവരാണ് റീത്ത് സമർപ്പണം നടത്തിയത്. അഡ്വക്കേറ്റ് N. അനിൽകുമാർ, PM ശ്രീനിവാസൻ, മോഹനൻ, ശൈലേന്ദ്രൻ, ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി. 66ാമത് സംസ്ഥാനതല സ്കൂൾ ഗെയിംസിന്റെ ഗ്രൂപ്പ് 3 മത്സരങ്ങൾ അവസാനിച്ചു. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ടൈക്കോണ്ടോ, റെസ്ലിംഗ് മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിലായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരമാണ് ഇന്ന് നടന്നത്. ഗുസ്തി ഇനത്തോടെ ആരംഭിച്ച ഗ്രൂപ്പ് 3 മത്സരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി കണ്ണൂരിലെ വിവിധ വേദികളിലാണ് മത്സരങ്ങൾ നടന്നത്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റെസ്ലിംഗ് മത്സരങ്ങളും തായ്ക്കോണ്ടോ മത്സരങ്ങളുമാണ് ഇന്നത്തെ ഇനം. ബാസ്കറ്റ്ബോൾ മത്സരം തലശ്ശേരി ബാസ്കറ്റ്ബോൾ ഇൻഡോർ സ്റ്റേഡിയത്തിലും, യോഗാസന മത്സരങ്ങൾ കണ്ണൂർ GVHS സ്പോർട്സിലും, ജിംനാസ്റ്റിക് മത്സരങ്ങൾ തലശ്ശേരി സായി സെന്ററിലും, ആർച്ചറി മത്സരം കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലുമായി നടന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 2000-ഓളം കായിക പ്രതിഭകളാണ് മത്സരിച്ചത്. ഇനി സംസ്ഥാന സ്കൂൾ കായികമേള നവംബർ 4 മുതൽ 11 വരെ കൊച്ചിയിൽ നടക്കും. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 70 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 7030, പവന് 56,240, വെള്ളി 103 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM പ്രവർത്തകർക്ക് പോലും സർക്കാരിന് മടുത്തെന്ന് ഷാഫി പറമ്പിൽ MP. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ്, അതിന് മറുപടി പറയും. ഉചിത സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്നും ഷാഫി പറമ്പിൽ. കേരള ബാങ്കിലെ തസ്തിക നിർണയിച്ച മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തണം. റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരവുമായി ജീവനക്കാർ. പെൻഷൻ പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യം. കുട്ടിശാസ്ത്രജ്ഞർ പിറന്ന മേളയ്ക്ക് തിരശീല വീണു. മാറ്റുരച്ചത് 3500-ലധികം പ്രതിഭകൾ. കണ്ടെത്തലുകൾ വിശദീകരിച്ചും സർഗാത്മക കഴിവുകൾ വരച്ചു ചേർത്തും മേള അവിസ്മരണീയമാക്കി വിദ്യാർത്ഥികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.